അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാക്കോസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു കിടിലൻ മറുപടിയുമായി അങ്കണവാടിയിൽ ബിരിയാണി ചോദിച്ച് വൈറലായ ബിർണാണി ശംഖു. മലയാളികൾക്കൊക്കെ ഏറ്റവും പരിചിതനാണ് ബിർണാണി ശംഖു എന്നറിയപ്പെടുന്ന ഈ കൊച്ചുമിടുക്കൻ. ത്രിജൽ എസ് സുന്ദർ എന്നാണ് യഥാർത്ഥ പേര്, ശംഖു എന്നാണ് അറിയപ്പെടുന്നത്. ആളുമാറിയ മന്ത്രി ബിന്ദു കൃഷ്ണയെ ട്രോളിയാണ് ശംഖുവിന്റെ പുതിയ വീഡിയോ. അതൊരു മറുപടി വീഡിയോ ആണ്. അതായത് ശംഖു ചവറയിൽ നിന്നുള്ള മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമകനാണ് എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ബിന്ദു ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഈ അങ്കണവാടികളിലെ ബിരിയാണി കൊടുക്കൽ അതൊക്കെ തുടരുമോ എന്ന ആ ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിൽ ശംഖുവിനെ പരാമർശിച്ചുകൊണ്ട് മന്ത്രി പ്രതികരണം നടത്തിയത്. അവനെ എനിക്ക് ഇഷ്ടമാണ്, ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ ചവറയിലെ നമ്മുടെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമകനാണ് എന്നായിരുന്നു മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് മറുപടിയുമായി ശംഖു രംഗത്ത് വന്നിരിക്കുന്നത്. താൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ല എന്നാണ് ശംഖുവിന്റെ വീഡിയോയിലുള്ള മറുപടി. പുതിയ മന്ത്രി ആന്റി പറഞ്ഞു, ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാണെന്ന്. ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനല്ല. എൻ്റെ അപ്പാമ്മയുടെ പേര് ഓമന, എൻ്റെ അമ്മാമ്മയുടെ പേര് റീന തങ്കപ്പൻ. ഇത്രേ ഉള്ളു കാര്യം എന്നാണ് ശംഖുവിൻ്റെ ട്രോൾ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും അത് മന്ത്രി ആൻറ്റിക്ക് തെറ്റിപ്പോയതാണ്. ആൻറ്റി പറഞ്ഞതുപോലെ എൻ്റെ അമ്മുമ്മ രാധാമണി അല്ല, എൻ്റെ അമ്മുമ്മയുടെ പേര് റീന തങ്കപ്പൻ എന്നാണ് ശംഖു പറഞ്ഞിരിക്കുന്നത്. മന്ത്രിക്ക് മറുപടി നൽകിയിരിക്കുന്നത്, മന്ത്രിയെ തിരുത്തിയിരിക്കുന്നത്. എന്തായാലും വീഡിയോ വൈറലാണ്. നിമിഷങ്ങൾക്കകം തന്നെ വൈറലായി. ശംഖുവിൻ്റെ മറുപടിയൊക്കെ ഏറെ ശ്രദ്ധേയമായി. എന്താണ് ജനങ്ങൾ പ്രതികരിക്കുന്നതെന്ന് നോക്കാം ഈ മറുപടിയോട്. എന്തായാലും പാവമോനെ ഇനി അങ്കണവാടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് ഒരാൾ കമന്റ് കുറിച്ചിരിക്കുന്നത്. കുട്ടിയെ അങ്കണവാടിയിൽ നിന്ന് ഇനി സസ്പെൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചിലർ. അങ്കണവാടി കുട്ടികൾ വരെ മന്ത്രിയെ ട്രോളി തുടങ്ങിയല്ലോ എന്ന് വേറൊരാൾ കുറിക്കുന്നു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയെ ട്രോൾ ചെയ്തതിന് സസ്പെൻഷൻ കിട്ടുന്ന ലോകത്തിലെ തന്നെ ആദ്യ കുട്ടിയെന്ന റെക്കോർഡ് ശംഖുവിന് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മറ്റൊരാൾ പറയുന്നു. മന്ത്രിയാണ് ഇപ്പോൾ വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞാൽ കൊച്ചു പിള്ളേർ വരെ എയറിലാക്കും, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇല്ലേ ശംഖുണ്ണി. തൽക്കാലം ആ പറഞ്ഞതിനെ ഒന്ന് ശൂന്യാകാശം വരെ മന്ത്രി ആൻറ്റി പോയി വരൂ എന്ന് മറ്റൊരാൾ കുറിക്കുകയാണ്. മുത്തശ്ശിയെ മാറ്റി പറയുന്നതിനെ കൊച്ചു ചോദ്യം ചെയ്തതാണെന്ന് മറ്റൊരാൾ പറയുന്നു. ഇനി ആ കൊച്ചിൻ്റെ പേര് റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുമോ ആകോ എന്ന ചോദ്യം, ഒരു പരിഹാസ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ചെക്കൻ പൊളിച്ചു. മന്ത്രിയുടെ തെറ്റ് അത് സ്പോട്ടിൽ തന്നെ അതിനെ തിരുത്തി അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണെന്ന് മറ്റൊരാൾ കുറിക്കുകയാണ്. എന്തായാലും മന്ത്രിയുടെ കൊച്ചുങ്ങൾ വരെ PR വർക്ക് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട്. മന്ത്രിയുടെ PR വർക്ക് പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന് വേറൊരാൾ കുറിക്കുന്നു. ഒരു രാജാവ് നുണ കൊണ്ടൊരു കൊട്ടാരം പണിതെടുത്തു, ആ കൊട്ടാരത്തിലെ ആൾക്കാരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നീണ്ടുപോവുകയാണ് കമന്റുകളൊക്കെ. എന്തായാലും ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു. മന്ത്രിക്ക് ആദ്യ പണി കിട്ടി എന്നതടക്കമുള്ള എന്തായാലും പരിഹാസ രീതിയിൽ വളരെ നർമ്മപ്രധാനമായിട്ട് തന്നെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്നത്. അംഗൻവാടിയിൽ ബിർണാണിയും പൊരിച്ച കോഴിയും വേണമെന്ന് ആവശ്യപ്പെടുന്ന, അതായത് ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന് ആവശ്യപ്പെടുന്ന ശംഖുവിന്റെ വീഡിയോ നേരത്തെ വൈറലായിരുന്നു. ഇതിനു പിന്നാലെ അന്നത്തെ മന്ത്രി വീണ ജോർജ് അംഗൻവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിച്ചിരുന്നു. അംഗൻവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷക ആഹാരമാണ് അന്ന് മന്ത്രി പരിഷ്കരിച്ചത്. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണ മെനു പരിഷ്കരിച്ചിരുന്നത്. പത്തനംതിട്ടയിൽ നടന്ന അംഗൻവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലായിരുന്നു അന്നത്തെ മന്ത്രി വീണ ജോർജ് ഈ ജനപ്രിയ പ്രഖ്യാപനം നടത്തിയത്. ശംഖുവിന്റെ ആവശ്യം മുൻനിർത്തി അംഗൻവാടികളിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ അംഗൻവാടികളിൽ കുട്ടികൾക്ക് ബിരിയാണി വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേരളത്തിലെ അംഗൻവാടികളിലും സ്കൂളുകളിലും ഭക്ഷണ മെനു പുതുക്കി. കേരളം ഒട്ടാകെ ചർച്ചയായ ഈ ബിരിയാണി ചലഞ്ചിന് ശേഷമാണ് ശംഖു ഇപ്പോൾ ഇതാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതും മന്ത്രിയെ തന്നെ തിരുത്തിക്കൊണ്ടാണ്. മന്ത്രി ഒരു വാക്ക് പറയുന്നു, അതിനെ തിരുത്തിക്കൊണ്ട് ആ കുട്ടി തന്നെ രംഗത്ത് വരുന്നു. അതിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ ശ്രദ്ധേയമായൊരു ഇടപെടലായിരുന്നു അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നടത്തിയത്. ഒരു കുഞ്ഞുകുട്ടിയുടെ ആഗ്രഹം ഒരുപാട് കുഞ്ഞുകുട്ടികൾക്ക് സന്തോഷകരമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അങ്കണവാടിയുടെ
ഭക്ഷണ മെനു പരിഷ്കരിക്കുന്നത് ചർച്ച ചെയ്യുമെന്ന് മന്ത്രി വീണ ജോർജ് അന്ന് വ്യക്തമാക്കിയതാണ്. പിന്നാലെ തന്നെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആ മകൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞ ആവശ്യം ഉൾക്കൊള്ളുകയാണ് എന്നായിരുന്നു മന്ത്രി വീണ ജോർജ് അന്ന് പ്രതികരിച്ചത്. കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താനായി വിവിധ തരം ഭക്ഷണങ്ങൾ അങ്കണവാടി വഴി നൽകുന്നുണ്ട്. ഈ സർക്കാരിന്റെ കാലത്ത് അങ്കണവാടി വഴി മുട്ടയും പാലും നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയെന്നും അത് വിജയകരമായി നടപ്പാക്കുന്നുണ്ടെന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഏകോപനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ അങ്കണവാടികളിൽ പലതരം ഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്. ശംഖുവിന്റെ അഭിപ്രായം പരിഗണിച്ച് ഭക്ഷണ മെനു പരിശോധിക്കുമെന്നായിരുന്നു മന്ത്രി വ്യക്തമാക്കിയത്. എന്തായാലും ശംഖുവിനും അമ്മയ്ക്കും അങ്കണവാടി ജീവനക്കാർക്ക് മന്ത്രി സ്നേഹാഭിവാദ്യങ്ങൾ അന്ന് അറിയിച്ചത്. എന്നാൽ ഇന്നത്തെ മന്ത്രി എന്താണ് പറയുന്നത് നോക്കാം. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക്, വീണ ജോർജിന്റെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ പറയുന്നത് ബിരിയാണി കൊടുക്കുന്നത് പ്രയാസമാണ് എന്നാണ് ഇപ്പോഴത്തെ മന്ത്രി ബിന്ദു കൃഷ്ണ പറയുന്ന വാക്കുകൾ. കുട്ടികളുടെ ഇഷ്ടം കണക്കിലെടുത്ത് മെനു പരിഷ്കരിക്കുമെന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കുകയുണ്ടായി. താൻ മന്ത്രിയായിട്ട് സ്ഥാനമേറ്റെടുത്ത ശേഷം തന്നെ വന്നു കണ്ട അംഗനവാടി ജീവനക്കാർ ബിരിയാണി കൊടുക്കാൻ നിവൃത്തിയില്ല എന്നാണ് തന്നോട് അറിയിച്ചതെന്നാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. എങ്ങനെ ബിരിയാണി കൊടുക്കുമെന്ന് അംഗനവാടി ജീവനക്കാർ ചോദിച്ചു. ചെറിയ പണം നൽകിയ ബിരിയാണി കൊടുക്കാൻ എങ്ങനെ സാധിക്കും? മെനു പരിഷ്കരിക്കും, കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകും, കുട്ടികളുടെ ക്ഷേമത്തിനും ഇഷ്ടങ്ങൾക്ക് മുൻഗണന നൽകി അംഗനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്നാണ് ബിന്ദു കൃഷ്ണ പറയുന്നത്. എന്തായാലും ബിരിയാണി വീണ്ടും കിട്ടുമോ എന്ന ചോദ്യം ഉയരുകയാണ്. അംഗനവാടി ജീവനക്കാരൊക്കെ ബിരിയാണി കൊടുക്കാൻ നിവൃത്തിയില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. എന്തായാലും ഇനി എങ്ങനെയാണ് കുട്ടികളുടെ അംഗനവാടിയിലെ ബിരിയാണി തുടരുമോ എന്ന ചോദ്യമൊക്കെ ബാക്കിയായി ഒരു വശത്ത് നിൽക്കുകയാണ്. കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.